ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിനത്തിന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. എന്തൊക്കെയാണോ എന്തോ നമ്മുടെ രജനിക്കുട്ടി തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരു അടുപ്പിൽ കുക്കർ ഇരിപ്പുണ്ട്. ചേനയാണോ രജനി? ചേന പുളിങ്കറി വയ്ക്കാൻ ഒരടുപ്പിൽ എന്താ കുട്ടി കരിയുന്ന പോലെ വേണം. നമ്മുടെ ഇവിടെ അല്ലേ പിന്നെ കൂമ്പുതോരൻ്റെ ഇരിക്കുന്നു. ആ കൂമ്പുതോരൻ്റെ ഒന്ന് ഇളക്കിയ കുട്ടി, അപ്പോൾ അറിയാം എന്താണ്. മുളകിട്ടിട്ടാണ് രജനി കൂമ്പുതോരൻ്റെ നീ കടുവറുത്തിട്ടത്. പിന്നെ എന്താണോ എന്തോ എവിടെ നിന്നാണ് ഇനി അടുത്ത ഭവനങ്ങളിൽ നിന്നാണോ എന്തോ. ഇന്നപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യ ദിനമാണല്ലോ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ രജനിക്കും ഒക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ ഉള്ള അവസരം ലഭിച്ചത് നമ്മുടെ എത്ര ധീരരായിട്ടുള്ള ആളുകളുടെ ആത്മാർപ്പണം കൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കണം. എത്ര പേര് രക്തസാക്ഷികളായി. നമ്മൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നമുക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ നമ്മളങ്ങനെ അടിമകളായിട്ട് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഇതിനൊരു മാറ്റം വന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ മാതൃഭൂമി അത് നമ്മുടേതായിരിക്കണം. അവിടെ വേറൊരാൾ വന്ന് അങ്ങനെ നമ്മളെ ഭരിക്കുന്നത്. സ്വാതന്ത്ര്യമോഹികളായ അഭിമാനികളായിട്ടുള്ള കേരളീയർ നിരന്തരം അടരാടി അങ്ങനെ അവരെ ഇവിടുന്ന് തൂത്തെറിഞ്ഞു നമ്മൾ, അല്ലേ? നമ്മുടെ മഹാത്മജി നമ്മുടെ രാഷ്ട്രപിതാവിനെ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം സ്മരിക്കണം. പിന്നെ നമ്മുടെ നെഹ്റുജി, അങ്ങനെയല്ല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാവൽഭടന്മാരായിരുന്നു അവരൊക്കെ. അവരുടെയൊക്കെ അകമഴിഞ്ഞ ആ സംഭാവനകൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യം അത് വേണ്ട രീതിയിലാണോ പ്രയോഗിക്കുന്നതെന്നുള്ളതിലൊരു സംശയമുണ്ട്. ഇപ്പോൾ ആർക്കും എന്തും ആകാം എന്നുള്ളൊരു മട്ടിലേക്ക് ആയിത്തീർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജാതി മത വർഗ വൈരങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുരക്ഷിക്കേണ്ടതിന് പകരം നമ്മൾ സ്വാർത്ഥമോഹികളായി അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കി വയ്ക്കാൻ, നമ്മുടെ മാതാവിനെ സുരക്ഷിതയായി വയ്ക്കാൻ ഉള്ള കർത്തവ്യമുണ്ട്, കടമയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നിവിടെ ഞാൻ നമ്മുടെ ഗേറ്റിങ്കലെ പതാക ഉയർത്തിക്കെട്ടി. മാഷിവിടെ ഒരു നമ്മുടെ പെൻഷൻകാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ പതാക ഉയർത്തലിന് പോയി. അവരെല്ലാവരും അതൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് മടങ്ങി വന്നു. നമ്മുടെ രജനി സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രജനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് ഈ വട്ടത്തൊന്നും വരാൻ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം പറഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്ത പോലെ തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തന്നെ നമ്മുടെ രജനിയെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അഹോരാത്രം പണിപ്പെട്ടിട്ടാണ് രജനി എന്ന് പറഞ്ഞ് കരുണിമണിയെ നമുക്കൊന്ന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക വീണ്ടും ഉയരാൻ, നമ്മുടെ ഇന്ത്യയെ കാത്തുരക്ഷിക്കാൻ, നമ്മുടെ സ്വത്ത് നമുക്ക് തിരിച്ചു കിട്ടാൻ എത്ര ധീരരായ യോദ്ധാക്കളുടെ നിരന്തരമായ കഠിനാധ്വാനവും അവരുടെ ജീവൻ പോലും പണയം വെച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ഇന്ന് അതൊക്കെ നേടിത്തന്നവരെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവിടെ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി കോലാഹലങ്ങൾ, അന്യൻ്റെ മുതൽ പിടിച്ചു പറിക്കുക, ഒന്നും പറയണ്ട. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പരിണത ഫലം ഇപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയാണ് ആളുകൾ. അതൊക്കെ നമ്മൾക്ക് ഒന്നും പറയാൻ നിവൃത്തില്ല. അതൊക്കെ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ രജനിമണി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രജനിയെ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ കൂട്ടാനികൾ? ഒന്ന് മൊഴിയൂ. എന്താണ്? കൂമ്പ് തോരനും ചേന പുളിശ്ശേരി ചമ്മന്തി. ഞാനൊരു തർജ്ജമ ചെയ്യാൻ ഒരാളും കൂടെ വേണം. അദ്ദേഹം വളരെ മുത്തുകൾ പൊഴിഞ്ഞിങ്ങോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാനിവിടെ ഇരിപ്പുണ്ടല്ലോ ലൗഡ് സ്പീക്കർ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് ഇന്ന് മുമ്പാണെങ്കിൽ സ്കൂളിൽ പോയി ഒരു 8 മണിക്ക് 8-8:15 സ്കൂളിലെത്തിയാൽ 10:30-11 മണിയായിട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ നമ്മുടെ ഭാരതാംബയെക്കുറിച്ചുള്ള കവിതകളും പ്രസംഗങ്ങളും ഒക്കെ നടത്താറുണ്ടായിരുന്നു. എൻ്റെ ശിഷ്യരൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അവരപ്പോൾ എന്നെ ഓർക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇവിടെ മൂലയ്ക്ക് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. നിങ്ങളോടൊക്കെ വല്ലതൊക്കെ ഇങ്ങനെ സംസാരിക്കുക, രജനിയോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക, അവളുമായിട്ടൊരു സ്റ്റണ്ട് ഒക്കെ നടത്തുക, രജനി തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ സന്തോഷിക്കുക. രജനിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവളാണല്ലോ ഇനി എനിക്ക് ഭക്ഷണം തരേണ്ട ആൾ. എന്നാലും ഞാനും കയറും. കുട്ടിയെ മുളക് അടുപ്പിൽ കിടന്നോടോ ചുടുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. അതാണ് സംഭവം അല്ലേ. ഇതാണ് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട്, രജനി മുളക് കരിയുന്നു. അവൾ മിണ്ടാതെ നൈസിൽ ഒരു സൈഡിൽ നിന്നു, മിണ്ടിയേയില്ല. രജനിക്കൊരു മുളക് ചുട്ടൊരു ചമ്മന്തിയുണ്ട്, സൂപ്പറാണത് കേട്ടോ, നല്ല ചമ്മന്തിയാണ്. അപ്പോൾ നമ്മുടെ രജനി എൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. ഞാൻ ചോദിച്ചു, ഞാനന്ന് പൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മുല്ലപ്പൂവിൻ്റെ, അതിനുശേഷം ഇതുവരെ ഇവിടെ മുല്ലപ്പൂ വെച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പം പറയും മറന്നുപോയിന്ന്. ഈ 14 വർഷത്തിനിടയിൽ അവൾ അന്ന് വരെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്, അന്ന് വരെ അവൾക്ക് മറവിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് മറവി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ മുല്ലപ്പൂ വെച്ചില്ലെങ്കിൽ വീഡിയോ എടുക്കില്ല എന്ന് വെച്ചാൽ അവൾ അത്ര സന്തോഷമെന്ന് വിചാരിക്കും. എന്താ പക്ഷേ രജനി ആ ഡ്രൈവറിൽ നിന്ന് തുണി ഒന്നിടാൻ അച്ഛൻ പറഞ്ഞു. പിന്നെ ഇട്ടോളൂ. ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, പേടിക്കണ്ട മാഷ, ഇതിലെ പൊക്കോളൂ. ഞാൻ മാഷ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയേയില്ല. ഞാൻ ഇങ്ങോട്ടാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. മാഷിതിലെ അങ്ങോട്ട് പോകുമായിരുന്നേ. അപ്പോൾ മാഷക്ക് ഇതിലൊക്കെ ഉൾപ്പെടുമ്പം ഒരു മാഷ് ലജ്ജാവിവശനായിട്ട് അതിലൂടെ അങ്ങോട്ട് പോയി. ഞാനപ്പോൾ മാഷ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചല്ലേ, പിന്നെ നമ്മളെന്തിനാ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ രജനി എന്തോ കുട്ടി ചതയ്ക്കാൻ പോകുന്നത് ചമ്മന്തി. ഞാൻ ഈ വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ട് രജനി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ രജനിയോട് പറയുമായിരുന്നു, നീ ഇതൊന്ന് ചമ്മന്തി അരയ്ക്കാൻ 1 മിനിറ്റ് കഴിഞ്ഞ് മതി. അല്ലേ നീ അരച്ചോടി. കണ്ടോ, വാണിമണിയുടെ നേതൃത്വത്തിൽ രജനീമണി ചമ്മന്തി അരയ്ക്കുന്നു. മതിയമ്മ എന്നോ ശബ്ദമായത്. മതി ഒന്ന് നിർത്തൂ ഒരിക്കൽ കൂടി. അപ്പോൾ അവൾ ചമ്മന്തി അരച്ചങ്ങനെ തകർക്കുകയാണ്. എനിക്കാണ് ഈ ശബ്ദമൊന്നും എഡിറ്റ് ചെയ്യാനും അറിയില്ല കേട്ടോ. കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് ഇത് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കാണ് ഇത് എഡിറ്റ് ചെയ്യുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്രയും നേരമായിട്ട് എന്താ കുട്ടിയെ കരഞ്ഞില്ലേ? കറണ്ട് പോവില്ല, ഇന്നത്തെ ദിവസം കറണ്ട് പോവുകയില്ല. കറണ്ട് പോകുകൊണ്ട് ബാക്കി അയ്യോ രജനി ഇത്രയും നേരം അരച്ചിട്ട് കരഞ്ഞില്ലേ കുട്ടി? നീ ഇത് ശബ്ദം വരുത്താൻ വേണ്ടി എന്നെ പറ്റിക്കാനല്ലേ? അപ്പോൾ അങ്ങനെ പിന്നെ ഇന്നത്തെ കൂട്ടാളികളെ നീ പിടിക്കും, ഞാൻ അരയ്ക്കാം. എന്താ രജനി പറയുന്നുണ്ട്, കറണ്ട് പോകുമമ്മ, നിൽക്ക് ഞാനെന്നാ നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളെല്ലാവരും സ്നേഹത്തോടും സമാധാനത്തോടും ഒക്കെ സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കണം. നമ്മുടെ വയനാട്ടിലെ ആ സഹോദരങ്ങളെ എപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കൂ. അവരും അവരുടെ കുടുംബാംഗങ്ങളിലൊക്കെ ഉള്ളവരും സ്വാതന്ത്ര്യദിനത്തിനൊക്കെ പങ്കെടുത്തവരൊക്കെ കാണും. അവരും ഇപ്പം നമ്മളോടൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടവരല്ലേ, പാവങ്ങൾ, കഷ്ടം. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു സങ്കടമാണെന്നറിയാമോ? ആ മരിച്ചുപോയ അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കൊരുപാട് ആഘോഷമൊന്നും വേണ്ട. ഇന്ന് നമുക്കിങ്ങനെ ഇവിടെ ഇരുന്നാൽ മതി, നമ്മുടേതായ ജോലികളും ചെയ്ത്. പക്ഷേ ഞാൻ ഒന്ന് പറയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ, കഴിയുന്ന രീതി ചെറുതായിട്ട്. പിന്നെ ഞാൻ കുട്ടികളെ എനിക്കിന്നൊന്നും അങ്ങനെ പറയാൻ കിട്ടുന്നില്ല. എന്താണെന്നറിയോ, ഇനി അസുഖം എന്നുള്ള കാര്യം മിണ്ടിയാൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം.
എന്നാലും കുറച്ചൊരു പ്രഷർ ഒന്ന് കൂടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുന്നില്ല മനസ്സും ഒന്നും. എന്നാലും ഞാൻ നമ്മുടെ ഗേറ്റിങ്കൽ പതാകയൊക്കെ ഉയർത്തി, മാഷ് അവിടെയൊക്കെ മീറ്റിങ്ങിന് പോയ സമയത്ത് പതാക ഉയർത്തിച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോയത്. അത് കഴിഞ്ഞ് മാഷ് വന്നു. പിന്നെ ഇനിയും കറണ്ട് പോകുന്നതിന് മുമ്പ് രജനി ചമ്മന്തിയും കൂടെ അരച്ചോട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ: ചോറ്, ചേന കൊണ്ടൊരു പുളിങ്കറി, ചേന പുളിങ്കറി, ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, വാഴക്കൂമ്പ് തോരൻ. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. രജനി, ഒരു സ്വാതന്ത്ര്യദിന ആശംസ പറ. പറ, ഹായ് പറഞ്ഞേച്ചു. സ്വാതന്ത്ര്യദിനാശംസ പറയാൻ നിനക്ക് വയ്യ? ഇവിടെ എല്ലാം പോയി സംസാരിക്കുന്ന ആൾക്ക് കുടുംബശ്രീ, അയൽക്കൂട്ടം, എന്തൊക്കെ പരിപാടികളാണെന്നറിയോ? അങ്ങനെയുള്ള ആൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ പറ. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേച്ച് പോകും. ഒന്നോ ശരിയിരിക്കും. തോരൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് ലജ്ജ. സ്വാതന്ത്ര്യദിന ആശംസ പറയാൻ മക്കൾ ഭയങ്കര മിടുക്കരാ. പിള്ളേരോട് ചോദിച്ച് പഠിച്ചു വെച്ചോ കേട്ടോ, അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ. ശരി. അമ്മേ, എനിക്കിത് അരയ്ക്കണം, കറണ്ട് പോവമ്മേ ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രജനിത ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. രജനിയിലൂടെയാണ് കൂട്ടുകാരെ എൻ്റെ ജീവിതം ഇപ്പം. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, അവൾക്ക് ദീർഘായുസ് കൊടുക്കാൻ, ഐശ്വര്യം കൊടുക്കാൻ, പിന്നെ അവൾക്ക് നല്ല ഒരു ആരോഗ്യം കൊടുക്കാൻ. എനിക്കിപ്പോൾ ഒരു വിഷമം അതേ ഉള്ളൂ, അവൾക്ക് ഒരു വീടില്ല. ആ കാര്യത്തിലാണ് ആകെ വിഷമം. എന്നാൽ ഈ പഞ്ചായത്തോ സർക്കാരൊക്കെ കൊടുക്കുന്നു വീടെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് 5-6 കൊല്ലമായി പാസ്സായി കിടക്കുക, ഇതുവരെയും കൊടുത്തിട്ടില്ല. അതൊരു വല്ലാത്ത വിഷമമുണ്ട്. അല്ലാതെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞ വയസ്സുകാലത്ത് വേറെ ഒരു വിഷമവും ഇല്ല. നമുക്കൊക്കെ വീടായില്ലേ. അന്ന് എന്തോ ഒരു ഇതിനകത്ത് ഞാൻ കേട്ടു കൂട്ടുകാരെ, ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഒരു അമ്മ പറയുന്നു, അമ്മയ്ക്ക് എന്താ ഇനി ആഗ്രഹം ചോദിച്ചപ്പോൾ എനിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമേ ആഗ്രഹമുള്ളൂ. ഭക്ഷണമില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചെങ്കിലും ജീവിച്ചോളാം. അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാനപ്പോൾ ആലോചിച്ചു, നമുക്ക് വീടും പിന്നെ ഭക്ഷണവും എല്ലാം ഉണ്ടായിട്ട് പോലും നമ്മൾക്കൊക്കെ പിന്നെ പരാതികളും ഒക്കെയാണ്. അപ്പോൾ എന്നിട്ട് ആ ഇൻ്റർവ്യൂ ചെയ്ത് ഏതോ ഒരു ചാനലുകാരൻ അയാൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും അടച്ചുറപ്പുള്ള ഒരു വീട് വെച്ച് തരുന്നതായിരിക്കുമെന്ന്. ആ നല്ല മനുഷ്യന് ദീർഘായുസ് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഈ വീടൊന്നും ഇല്ലാത്ത പാവങ്ങൾക്കൊക്കെ നല്ലോണം ഉള്ളവരൊക്കെ കൊടുക്കണം. ഒരു ചെറിയ വീടുകളെങ്കിലും അടച്ചുറപ്പുള്ള ഒരു വീടുകൾ എല്ലാവർക്കും ഈ ഉള്ളവർ, ധനസ്ഥിതി ഉള്ളവർ ചെയ്യണം. ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. അദ്ദേഹം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അതിന് കഴിയുന്ന രീതിയിലൊക്കെ ഒരുപാട് വലിയ സമ്പാദ്യമൊന്നുമില്ല, കിട്ടുന്ന സമ്പാദ്യം അത് എല്ലാവർക്കും പാവങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എത്ര നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മുടെ മഹാനടന്മാരൊക്കെ കൊടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അതല്ല, ഇതൊരു പാവം പിടിച്ച ഒരു മനുഷ്യനല്ലേ. അത് നോക്ക്, പാവം പിടിച്ചൊന്നുമല്ല, നല്ല മിടുക്കനാണ്, നല്ല മിടുക്കനാണ് അയാൾ, അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ സന്തോഷ് പണ്ഡിറ്റിനെ? എനിക്കും ഇഷ്ടം കേട്ടോ, ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. അപ്പോൾ നമുക്ക് നമ്മുടെ അർജുനെ ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടാൻ സർക്കാർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതും കൊടുക്കണം. അർജുൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസവും സർക്കാർ ചെയ്തു കൊടുക്കട്ടെ. അർജുൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു പെൻഷനെങ്കിലും കൊടുക്കണം, അല്ലേ രജനി? ആ അമ്മയ്ക്കും എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതൊക്കെ പാവങ്ങളല്ലേ രജനി. ഭർത്താവ് വയസ്സായിരിക്കുന്ന ആളിന് എന്ത് സാധിക്കും? അർജുൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരു ചെറിയ പെൻഷനെങ്കിലും രണ്ടുപേർക്കും കൂടെ ഒരു പെൻഷൻ കൊടുത്താലും മതി. അവരുടെ ജീവിതമാർഗ്ഗം ആ മകൻ കൊണ്ടുപോയി അധ്വാനിച്ച് കൊണ്ടുവന്ന് കഴിയേണ്ട വീടല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തുപോയി. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊന്ന് ഓർക്കാം, അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇപ്പം 4 പ്രാവശ്യം മറ്റേ ഞാൻ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകുകയല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. രജനി, ഇങ്ങോട്ട് നോക്കൂ, വൈൻഡപ്പ് ചെയ്യട്ടെ. ഇങ്ങോട്ട് നോക്കൂ.